നോർത്ത് ഈസ്റ്റ് എന്ന് കേട്ടാൽ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു സന്തോഷവും കുളിർമയും ഒക്കെയാണ്. അത്ര മനോഹരമാണ് നോർത്ത് ഈസ്റ്റ്, പ്രത്യേകിച്ച് നമ്മുടെ സിക്കിം. സിക്കിമിന്റെ തലസ്ഥാനമായ ഗാങ്ടോങ്ങിൽ ചിലർക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു മനോഹര കഥയുണ്ട്. കഥ എന്ന് പറഞ്ഞാൽ വെറുതെ കേട്ടിരിക്കാനുള്ള ഒരു അമ്മൂമ്മ കഥയൊന്നുമല്ല, ഒരുപാട് ആൾക്കാരുടെ സ്വപ്നത്തിൽ വന്നൊരു സൈനികന്റെ കഥയാണ്. മരിച്ചു രക്തസാക്ഷിയായിട്ടും ഇന്നും അദ്ദേഹത്തിന് വേണ്ടി എല്ലാ വർഷവും സെപ്റ്റംബർ 11 അദ്ദേഹത്തിന്റെ സാധനങ്ങൾ പെട്ടിയിൽ കയറ്റി റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ പേരിൽ റിസർവ് ചെയ്ത സീറ്റിൽ ആ സാധനങ്ങൾ കയറ്റി പഞ്ചാബിലെ ആ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. യാത്രയ്ക്കായി ട്രെയിനിൽ ബർത്ത് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഈ ബർത്തിൽ ആരും തന്നെ ഉണ്ടാകില്ല. യാത്ര മുഴുവൻ ആ ബർത്ത് കാലിയായിരിക്കും. ഇന്ത്യ ചൈന സൈനികർ തമ്മിലുള്ള ചർച്ചകളിൽ പോലും ഒരു കസേര അദ്ദേഹത്തിന് വേണ്ടി ഒഴിച്ചിടാറുണ്ട്. കേട്ടാൽ വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ടല്ലേ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. ഇന്ത്യൻ സേന ഒരു അമ്പലം വരെ പണിഞ്ഞിരിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ റേഞ്ച് എത്ര മാത്രമായിരിക്കണം? മരിച്ച ശേഷവും ജനിച്ച മണ്ണിന്റെ കാവൽക്കാരനായി മാറിയ സൈനികൻ ബാബ ഹർഭജൻ സിംഗിന്റെ കഥ ഏതൊരു പട്ടാളക്കാരനും മനഃപ്പാടമാണ്. ഇത്രയൊക്കെ ഒരു സൈനികന് വേണ്ടി ചെയ്യണമെങ്കിൽ ആ വ്യക്തി ഇന്ത്യൻ സേനയ്ക്ക് എന്താണ് നൽകിയത്? 1946 ഓഗസ്റ്റ് 30 സിക്കിം ഫാമിലിയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ബാബ ഹർഭജൻ സിംഗ് എന്നാണ് അയാളെ എല്ലാവരും വിളിച്ചത്. കുട്ടിക്കാലം മുതലേ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരനാകാൻ ആഗ്രഹിച്ച ആളാണ് ബാബ ഹർഭജൻ. പിന്നീട് 1965 സോൾജിയറായി ജോലിക്ക് കയറി. പിന്നീട് ചൈനയ്ക്കും സിക്കിമിനും ഇടയിലുള്ള നട്ടുല എന്ന സ്ഥലത്ത് പോസ്റ്റിംഗിലെത്തുന്നു. ഏകദേശം 14,500 അടി മുകളിൽ ചൈനയുടെ ബോർഡറിൽ ഡ്യൂട്ടി ചെയ്യുന്ന സൈനികർക്ക് ഭക്ഷണം നൽകുന്ന ഗ്രൂപ്പിലായിരുന്നു ബാബ ഹർഭജൻ സിംഗ്. ആ സമയത്ത് മഞ്ഞിടിച്ചിൽ വളരെ കൂടുതലായിരുന്നു. ഒരു ദിവസം ഫുഡ് കൊണ്ടുപോകുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ ഒരു മഞ്ഞിടിച്ചിലുണ്ടായി. ഈ സമയത്താണ് ബാബ ഹർഭജൻ സംഘവും അങ്ങോട്ട് വന്നത്. എല്ലാവരും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. എന്നാൽ ഒരാളെ മാത്രം കണ്ടില്ല. അത് ബാബ ഹർഭജനായിരുന്നു. കൂട്ടത്തിൽ നിന്ന് ഒരാൾ കാണാത്ത വിവരം ആ നേരം ആരും അറിഞ്ഞിരുന്നില്ല. അന്ന് അദ്ദേഹത്തിന് പ്രായം 22 മാത്രം. ഇൻഡോ ചൈന യുദ്ധം ശക്തമായ സമയമായിരുന്നു അത്. അതുകൊണ്ട് ബാബ ഹർഭജൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയതാണെന്ന് എല്ലാവരും സംശയിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാണാതെ ആയപ്പോൾ വീട്ടിലേക്ക് ഒരു ഇൻഫർമേഷൻ പോയി. ഞങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു ഇൻഫർമേഷനും ഇല്ല. നിങ്ങൾ എന്തെങ്കിലും ഇൻഫർമേഷൻ ലഭിക്കുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കുക എന്നതായിരുന്നു അത്. ഇനി അങ്ങോട്ടുള്ള കഥകൾ അവിശ്വസനീയമായി തോന്നിയേക്കാം. പക്ഷേ തെളിവ് സഹിതം കിട്ടിയ ഒരു പ്രാദേശിക ചരിത്രം കൂടിയാണത്. എന്നാൽ ഇതിനിടയിലാണ് അത് സംഭവിക്കുന്നത്. അമാനുഷികമായ ചില സംഭവ വികാസങ്ങൾ അവിടെ ഒരു പട്ടാളക്കാരന് തോന്നി. അയാളുടെ സ്വപ്നങ്ങളിൽ ബാബ ഹർഭജൻ പ്രത്യക്ഷപ്പെടുന്നു. ആദ്യമൊന്നും ആരും വിശ്വസിച്ചില്ല. പിന്നീട് കാണുന്ന സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യം തേടി പോയപ്പോൾ എല്ലാവരും ഞെട്ടിത്തരിച്ചു നിന്നുപോയി. ആ പട്ടാളക്കാരന്റെ സ്വപ്നത്തിൽ ബാബ ഹർഭജൻ സിംഗ് തൻ്റെ മൃതദേഹം കിടക്കുന്ന സ്ഥലം കാട്ടിക്കൊടുത്തു. എന്നാൽ താൻ കാണുന്നത് വെറും സ്വപ്നം മാത്രമാണെന്ന് കരുതിയെങ്കിലും അയാളുടെ മനസ്സിലെ അലട്ടൽ കാരണം അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിന്നെ ഒട്ടും വൈകിയില്ല. മറ്റു സൈനികരെ വിവരം അറിയിക്കുന്നു. തുടർന്ന് സ്വപ്നത്തിൽ ബാബ ഹർഭജൻ സിംഗ് കാട്ടിക്കൊടുത്ത സ്ഥലത്ത് പരിശോധന നടത്തുന്നു. അത്ഭുതം എന്ന വണ്ണം സ്വപ്നത്തിൽ കണ്ട അതേ ഇടത്ത് തന്നെ ബാബ ഹർഭജൻ സിംഗിന്റെ ശവശരീരം കണ്ടുകിട്ടി. എന്നാൽ മരണശേഷവും പലർക്കും പലപ്പോഴായി ഹർഭജൻ സിംഗിന്റെ സാമീപ്യം അനുഭവപ്പെട്ടു. ഇതോടെയാണ് ക്യാപ്റ്റൻ ഹർഭജൻ സിംഗ് ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ ആരാധിക്കുന്ന ബാബ ഹർഭജൻ സിംഗായി മാറിയത്. രാത്രികാലങ്ങളിൽ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ബാബ ഹർഭജൻ സിംഗിനെ പലരും കണ്ടതായി പറഞ്ഞിരുന്നു. മരണശേഷവും സിംഗ് തന്റെ സൈനിക ജോലി തുടർന്നു എന്നതാണ് വിശ്വാസം. മിലിറ്ററി ക്യാമ്പുകളും തന്റെ ജോലി ചെയ്തിരുന്ന അതിർത്തി പോസ്റ്റിങ്ങും ഒക്കെ സന്ദർശിക്കുന്ന ഹർഭജനെ പല സൈനികരും നേരിട്ട് കണ്ടതായി പറയപ്പെടുന്നു. ഹർഭജൻ സിംഗിന്റെ കിടക്കയിൽ ചുളിവുകൾ, കട്ടിലിനടുത്ത് ഷൂസ് ചെളിപുരണ്ട നിലയിലും കണ്ടത് ഇപ്പോഴും ഹർഭജൻ സിംഗ് ഒരു സൈനികൻ എന്ന നിലയിൽ മരണശേഷവും തന്റെ ചുമതലകൾ നിറവേറ്റിയതിന്റെ തെളിവോടെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സൈന്യം ക്ഷേത്രം പണിതോടെ ബാബ ഹർഭജൻ സിംഗിന് ദൈവിക പരിവശമാണ് ലഭിച്ചത്. ഒരു പട്ടാളക്കാരന്റെ ദിനചര്യകളാണ് ക്ഷേത്രത്തിൽ പ്രധാന ചടങ്ങുകൾ. ഹർഭജൻ സിംഗും ബാബയുടെ ഓഫീസ് മുറിയും ക്ഷേത്രത്തിലുണ്ട്. ബാബയുടെ ഓഫീസ്, സ്റ്റോർ റൂം, ലിവിംഗ് റൂം എന്നിങ്ങനെ 3 മുറികളിലാണ് ക്ഷേത്രത്തിൽ.
മറ്റ് സൈനികരെ പോലെ ഹർഭജൻ സിംഗ് ബാബയ്ക്കും കൃത്യമായ കാലയളവിൽ അവധി നൽകാറുണ്ട്. എല്ലാ വർഷവും ഷൂസും വെള്ളക്കുപ്പികളുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് ഷൂസും വെള്ളക്കുപ്പിയും അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ രോഗശാന്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. എന്നാൽ സൈന്യത്തിലെ മരണശേഷം ബാബയുടെ സേവനത്തിനും ശക്തമായ ആത്മീയ സാന്നിധ്യത്തിനും ആദരസൂചകമായി അദ്ദേഹത്തിന്റെ ഓണറട്ടറി ക്യാപ്റ്റനായി സ്ഥാനക്കയറ്റം നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ വരുമാനം നിലവിലുള്ള കുടുംബാംഗങ്ങൾക്ക് അയച്ചു കൊടുക്കും. ഇന്നും അതിർത്തിയിൽ ബാബ ദേശത്തിനായി കാവൽ നിൽക്കുന്നു എന്ന് സൈന്യം വിശ്വസിക്കുന്നു. ഒരുപാട് വ്യത്യസ്ത വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് ഒട്ടനവധി ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ ദേശത്തെ ശത്രുക്കളിൽ നിന്ന് കാക്കുന്ന ഒരു സൈനികനായി ക്ഷേത്രം പണിയുക എന്ന കഥ എത്ര മനോഹരമാണല്ലേ.